വിശ്വസിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, കണ്ണു തുറന്ന് കാണണമെന്ന് മാത്രം. സഞ്ജു സാംസണിൽ സംശയിക്കുന്നവരോട് ബാറ്റ് കൊണ്ടുള്ള മറുപടിയാണ് KCL മലയാളി താരം നൽകുന്നത്. പൊളിച്ചെടുക്കുമെന്ന് പറഞ്ഞു, പൊളിച്ചടുക്കി. ഒരു തിരുവനന്തപുരം സ്റ്റൈൽ തന്നെ കളിക്കല്ലേ, ഒന്നും നോക്കാതെ ബോൾ നോക്കുക, വലിച്ചങ്ങ് അടിക്കുക. ഇതായിരിക്കും ഞങ്ങളുടെ മസാല, ഇതായിരിക്കും ഞങ്ങളുടെ റെസിപ്പി. സ്ഥിരതയില്ലായ്മയായിരുന്നു സഞ്ജുവിൽ വിമർശകർ ഒരു കാലത്ത് കണ്ട കുറ്റം. സ്ഥിരതയുണ്ടെങ്കിൽ ടീമിൽ സ്ഥാനം ഉറപ്പെന്ന് വാദം. തുടരെ അന്താരാഷ്ട്ര സെഞ്ചുറികൾ നേടി റെക്കോർഡിടുമ്പോൾ പോലും ടീമിൽ സ്ഥാനം ഉറപ്പില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഏഷ്യ കപ്പിൽ ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ എന്ന് ഉറപ്പിച്ചു പറയാൻ സെലക്ടർമാർ തയ്യാറായിട്ടില്ല. സെപ്റ്റംബർ 9-ന് ഏഷ്യ കപ്പ് തുടങ്ങുന്നതിന് മുൻപ് വിമർശകർക്ക് മറുപടി നൽകാൻ, കഴിവിൽ സംശയിക്കുന്നവരുടെ ആശങ്ക മാറ്റാൻ, ആരാധകരുടെ ആത്മവിശ്വാസം ഉയർത്താൻ ഒരേയൊരവസരമായിരുന്നു സഞ്ജുവിന് KCL. അവിടെ ഉദിച്ചുയർന്നു നിൽക്കുകയാണ് സഞ്ജു. ആദ്യ മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനായി സഞ്ജുവിന് ബാറ്റിംഗിന് ഇറങ്ങേണ്ടി വന്നില്ല. ടീം ഉജ്ജ്വല ജയം സ്വന്തമാക്കി. 2-ാം മത്സരത്തിൽ കൊച്ചി ജയം തുടർന്നെങ്കിലും സഞ്ജു നിരാശപ്പെടുത്തി. 6-ാമനായി ഇറങ്ങി 22 പന്തിൽ നേടിയത് 13 റൺസ് മാത്രം. സഞ്ജുവിന്റെ ബാറ്റിംഗ് പൊസിഷൻ ഓപ്പണിംഗ് തന്നെയാണെന്ന് തീർച്ചപ്പെടുത്തി അടുത്ത മത്സരത്തിൽ സ്ഥാനക്കയറ്റം. നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സിനെതിരെ 236 റൺസ് എന്ന കൂറ്റൻ സ്കോർ ചേസ് ചെയ്യുമ്പോൾ സമ്മർദ്ദം ഏതുമില്ലാതെ ക്രീസിൽ സഞ്ജുവിന്റെ വെടിക്കെട്ട്. ആദ്യ പന്ത് തന്നെ ബൗണ്ടറി അടിച്ച് തുടങ്ങിയ സഞ്ജു അതേ ഓവറിൽ വീണ്ടും ഒരു ബൗണ്ടറിയും ഒരു സിക്സറും നേടി. 3-ാം ഓവറിൽ തുടരെ 4 ബൗണ്ടറികൾ. 4-ാം ഓവറിൽ 16 പന്തിൽ അർദ്ധ സെഞ്ചുറിയിലെത്തി റെക്കോർഡ്. 42 പന്തിൽ സഞ്ജു സെഞ്ചുറിയിലെത്തി. 51 പന്തിൽ 121 റൺസ് എടുത്താണ് സഞ്ജു ക്രീസ് വിട്ടത്. 14 ഫോറും 7 സിക്സറും ബാറ്റിൽ നിന്നും പിറന്നു. അതൊരു തുടക്കം മാത്രമായിരുന്നു. തൃശ്ശൂരിനെതിരെ 46 പന്തിൽ 89. കാലിക്കറ്റിനെതിരെ കളിച്ചില്ലെങ്കിലും ട്രിവാൻഡ്രം റോയൽസിനെതിരെ ഇറങ്ങിയപ്പോഴും അർദ്ധ സെഞ്ചുറി. 37 പന്തിൽ 62. തൃശ്ശൂർ ടൈറ്റൻസിനെതിരെ സഞ്ജു കളിച്ചില്ല. ആലപ്പി എതിരാളികളായെത്തിയപ്പോൾ നേടിയത് 41 പന്തിൽ 82. സ്ഥിരതയിൽ സംശയമുള്ളവർക്ക് മറുപടി ബാറ്റ് കൊണ്ട് നൽകിക്കഴിഞ്ഞു സഞ്ജു. ഏഷ്യ കപ്പിന് ഒരുങ്ങുന്നതിനായി UAE-ൽ നടക്കുന്ന ക്യാമ്പിലേക്ക് സഞ്ജു ഉടൻ യാത്ര തിരിക്കും. നോക്കൌട്ട് മത്സരം എത്തുമ്പോൾ സഞ്ജുവിന്റെ സേവനം കൊച്ചി ടീമിന് നഷ്ടമാകുമെങ്കിലും ആത്മവിശ്വാസമുയർത്താൻ KCL-ലെ ഇന്നിംഗ്സുകൾ സഞ്ജുവിന് കരുത്താകും. 1-ാം വിക്കറ്റ് കീപ്പർ എന്ന പകിട്ടോടെ ഏഷ്യ കപ്പിലേക്ക് സഞ്ജു ആദ്യ മത്സരം മുതൽ കളിക്കാൻ കാത്തിരിക്കുകയാണ് ആരാധകർ.